Hi guys, welcome to our another vlog. இப்போ நாம எங்க இருக்கோம்டா தம்பி? சென்னையில இருக்கோம். சென்னையில எங்க இருக்கோம்? சென்னையில ரயில்வே ஸ்டேஷன் பக்கத்துல தான். அதோட பேரு MGR ரயில்வே ஸ்டேஷன். நாம வந்து ഇപ്പോൾ ചെന്നൈ മലയാളത്തിൽ പറ. നമ്മളിപ്പോൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്തിനാണ് വന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇന്ന് രാവിലെ നല്ല പണി കിട്ടി. ഇന്നലത്തെ മുട്ടക്കറിയും ചപ്പാത്തിയും നല്ല പണി വന്നിട്ടുണ്ട്. വോമിറ്റിംഗ് ഒക്കെ ആയി. ഇപ്പോഴാണ് സെറ്റ് ആയത്. ഇത്ര നേരം വ്ലോഗ് എടുക്കാതെ വിചാരിച്ചു. അതിനുള്ളൊരു എനർജി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു എനർജി വന്ന്. കൃപാലിന് വല്ല പ്രശ്നമുണ്ടോ? അതിൻ്റെ കൂടെ നല്ല ഫുഡ് കഴിച്ചവരാ വല്ല പ്രശ്നമുണ്ടോ? ചപ്പാത്തി കടലക്കറി മാത്രമേ കഴിച്ചുള്ളൂ. അതിന് ചപ്പാത്തി കടലക്കറി, ഞാൻ ചപ്പാത്തി മുട്ടക്കറി നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈനെ കുറിച്ച് നമുക്ക് എപ്പോൾ വരുമ്പോഴും അതിശയമാണ്. ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഉള്ള ഒരു സിറ്റി. നമ്മുടെയൊക്കെ നാട് ഇങ്ങനെ ആവണമെങ്കിൽ എത്ര വർഷം ആവുമെന്നറിയില്ല. ജസ്റ്റ് സീ ദ വ്യൂ ബ്രോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ഒരു LIC ടവർ ഉണ്ട്. ഒരു LIC ടവർ ഞാൻ പണ്ട് ഇവിടെ എൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ചെന്നൈൻ്റെ ഒരു ഹാഫ് കാണാമെന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങൾ ആരും പോയിട്ടുണ്ടോ LIC ടവറിൽ? ഏറ്റവും വലിയ ബിൽഡിംഗ് അതിൻ്റെ മുകളിൽ നോക്കി ചെന്നൈൻ്റെ പാതിയാണ്. ഇപ്പം നമ്മളുള്ളത് ഈ ഒരു വ്യൂ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വല്ല ബാംഗ്ലൂരാണോ ബാങ്കോക്കാണോ. അല്ല, ഇത് നമ്മുടെ സ്വന്തം സിംഗാർച്ച്. ഇന്നലെ കഴിച്ച മുട്ടക്കറിയുടെ എഫക്റ്റ്. മുട്ടക്കറി പണിയെന്ന് നിങ്ങൾ ദയവത്തിട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ചേടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. വീട്ടിൽ തന്നെ കഴിക്കുക. പ്രത്യേകിച്ച് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള കട പറയാതെ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമായിരിക്കും. ഇന്നലെ ഒന്നാമത് ഫുള്ള് വെയിലത്തായിരുന്നു, അതിൻ്റെ ആവാം. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കുക, വീട്ടിൽ നിന്ന് കഴിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം പോയി ഷോ പോവോ? ഇല്ല ഒന്നുമില്ല, കാണാൻ വേണ്ടി വന്നതല്ലേ. ഓക്കെ, ബൈ ബൈ. വാലന്റൈൻസ് ഡേ ആയിട്ട് ചന്തുവിന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് കേക്ക്, ലവ് കേക്ക്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഇത് കഴിച്ചാൽ സ്നേഹം ഫുള്ളായിട്ട് ഉള്ളിൽ അറിയാൻ പറ്റും. നിറച്ച് എനിക്ക് എന്താ പറയാനുള്ള കണ്ണുടക്കി ശരിക്കും വേറെ അല്ലേ. നമ്മൾ ശരിക്കും ഡ്രസ്സപ്പ് ചെയ്ത് വേറെ ലെവലാണല്ലേ. സീനല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇതോ ഓണാണ്. സീൻ ഒരു രക്ഷയില്ല. നമ്മള് ലൈഫിൽ കുറെ കൺസേർട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അതിന്റെ റേഞ്ച് ഒക്കെ ആണെങ്കിൽ AR റഹ്മാന്റെ വരണം. കണ്ട് റേഞ്ച് കണ്ട് ഒരു രക്ഷയില്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ കിട്ടിയതാണ്. സ്നാക്സ് ഫ്രീ. എനിക്കാണെങ്കിൽ വയറുവേദനയിട്ടിരിക്കുകയാണ്. ഒന്നും കഴിക്കാൻ പറ്റാത്ത സങ്കടം മാത്രമേ എനിക്ക് പോകും. സീന് ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു AR റഹ്മാൻ കൺസേർട്ടിന് വന്നാണ്. ലുക്ക് അറ്റ് ദിസ് വ്യൂ ബ്രോസ്. இது சர்க்கார் வந்து இதுல லியோ ஸ்டேடியம் தாம்பரம் அது இங்க இருந்து ஒரு 45 கிலோமீட்டர். எல்லாம் புகழும் இறைவன் ஒரு வரைக்கும் வந்து இங்க நடத்துது. மேட்ரிமோனி எல்லாம் போட்டுருக்காடா அம்மா. மச்சான் எப்படி மச்சான் மேட்ரிமோனி கேரளா மேட்ரிமோனி பெரிய ஸ்டைல் இந்த ஸ்டைல்ல தான் வந்து போட்டு வந்தாங்க. நான் வந்து Dress up பண்ணும்போது ஸ்டைல் காஸ்டியூம் மேட்ரிமோனி பிக்சர் இந்த பிக்சரை போட்டு விடுறேன். ഈ ഗെറ്റപ്പ് ബെസ്റ്റ്. என்னோட அம்மா என்ன சொன்னா தெரியுமா? சென்னை போய் திரும்பி போகும்போது ஒரு பொண்ணை பிடிச்சி வாடான்னு சொன்னேன். சென்னையில பொண்ணு சென்னையில பிடிக்கணும் சொன்னா நீ பொண்ணை தூக்கிட்டு வான்னு சொல்லியிருக்கான். பொண்ணை எங்க தூக்கிட்டு வர யூரோப். இந்த ட்ரெஸ்ஸுக்கு யூரோப் மேட்ரிமோனி கரெக்டாக இருக்கும் சொல்கிறான். பெஸ்ட்டு தான் மச்சான். யூரோப்பே பார்த்தது Valentine's Day. I love you too. Thank you so much. Happy Valentine's Day. റഹ്മാന്റെ പാട്ട് ഫുൾ ഹിന്ദി ആയിരുന്നു. നമ്മുടെ വിദേശം ഇഷ്ടപ്പെട്ടില്ല. നൈസ് മച്ചാ. ഫുൾ വാലന്റൈൻസ് ഡേ ഇതിനെ ഓക്കെ. ബട്ട്
சாங்ஸ் இந்த டான்ஸ் ஆடுற மாரி தான் பாட்டு போடல, ஒரு 4-5 சாங்ஸ் போட்டுருந்தேன்னா இன்னும் கொஞ்சம் வைபாய் செட்டோட ஜாலியோட ஃபுல் ஃபுல்ஃபில்டாக முடிஞ்சிட்டு வந்துருக்கோம். വീഡിയോ സ്റ്റാർ നിങ്ങൾ ഫുൾ ടീമിൻ്റെ അടുത്ത് എൻ്റെ വലിയൊരു താങ്ക്സും ഒരുപാട് സന്തോഷവും. നിങ്ങൾക്ക് ഷോ ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് എ ആർ റഹ്മാൻ്റെ കൺസേർട്ട് ചെയ്യാൻ എൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ. ഷോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആക്ച്വലി എ ആർ റഹ്മാൻ്റെ ഫസ്റ്റാണ് ഈ ഒരു കൺസേർട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അമൃതനെ കൂടെ കണ്ടപ്പോൾ ഫുൾ ഹാപ്പി. സോ അപ്പോൾ ഡേ 2 അറ്റ് ചെന്നൈ. സോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചെന്നൈ ഒന്ന് കറങ്ങാമെന്നുള്ളതാണ്. ഇന്നലെ കുറച്ച് വയറിന് പണി ഉണ്ടായിരുന്നു, ബട്ട് ഇന്ന് കംപ്ലീറ്റ്ലി ഓക്കെ ആയി. നല്ല വെയിലുണ്ട്, നല്ല സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ടാണ്. ഇവർ പിന്നെ ഭയങ്കര സ്ലോ ആണ്, കഥയൊക്കെ പറഞ്ഞിട്ട് അവർ വരുള്ളൂ. അപ്പോൾ ഇന്ന് ചെന്നൈയിലെ മെയിനായിട്ടുള്ള കുറച്ച് സ്പോട്ടിൽ പോകുന്നതാണ് പ്ലാന്. ഒന്ന് മഹാബലിപുരം പോകണം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ചെന്നൈ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിലാണ്. ആ ബിൽഡിങ്ങിനൊക്കെ ഒരു വ്യൂ തന്നെ നോക്കുക, ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ എ ആർ റഹ്മാൻ്റെ കോൺസേർട്ടൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു. അടിപൊളി പരിപാടിയായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലെ കോൺസേർട്ടും ഇവിടുത്തെ കോൺസേർട്ടും നമുക്ക് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അറിയില്ല, ചിലപ്പോൾ നമ്മൾ പോയത് ഫാൻ പിറ്റാണ്, അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ക്രൗഡ് വന്നുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ പൊതുവെ ഇന്നലെ പ്രശ്നമൊന്നും കണ്ടില്ല. നമ്മുടെ നാട്ടിലേക്ക് പരിപാടി ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് പരിപാടി വെച്ചാലും അടിയാണ്. നമ്മൾ കുറേ പരിപാടി ബാക്ക് ടു ബാക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിലും അടിയാണ്. പക്ഷെ ആ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഹേ പാലക്കാട് തുടങ്ങിയിട്ട് ഒരു 3 കോൺസേർട്ടാണ് നമ്മൾ തമിഴ്നാട് അറ്റൻഡ് ചെയ്തത്, കോളേജസിന് കൂട്ടാതെ. ഒന്ന് ഹാരിസ് ജയരാജ്, ഹിപ്പ് തമിഴ, എ ആർ റഹ്മാൻ. ഈ 3ൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 പരിപാടിയും നല്ല നീറ്റ് ക്ലാസ് പരിപാടിയാണ്. നമ്മൾ ലൈഫിൽ കോൺസേർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കാണുന്ന കോൺസേർട്ട് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് അറിയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ആൾക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ പരിപാടി വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, ഡീസൻ്റായി പോകും. ഈ ഡീസൻസി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് തോന്നും അല്ലേ? ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ ഈ പിള്ളേർ ട്രിഗർ ചെയ്തിട്ട് ഓരോ അടിയൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യം. നമ്മൾ പ്രോഗ്രാം വരുന്നു, അറ്റൻഡ് ചെയ്യണോ, നീറ്റായി പോകുന്നു, എൻജോയ് ചെയ്യുന്നു, ആ വൈബ് അടിച്ച് പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്. റോഡ് ക്രോസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാടുള്ള അടുത്തൊരു കാര്യമാണ് ഈ സബ്വേകൾ. ഇതുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറച്ച് ആളുകളോട് വന്നാൽ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനും റോഡ് ക്രോസ് ചെയ്യാനും ട്രാഫിക്കൊന്നും അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാനും പറ്റും. ഇത് തമിഴ്നാട് പൊതുവെ ഉള്ള ട്രെൻഡാണ്, റോഡിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഇതുപോലത്തുള്ള സബ്വേസ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയെല്ലാം വന്നാൽ ബെറ്ററായെന്ന് തോന്നുന്നു. അവൻ എൻജോയ് ചെയ്തു. നമുക്ക് വരും എന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഒരു ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കയറാൻ പറ്റി. ഇതൊരു ട്രോൾ വീഡിയോ ഇപ്പോൾ 1 മില്യൺ അടിക്കും. 96 സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇട്ടപ്പോൾ 2 പേർക്കും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള മൈൻഡായിരുന്നു. വ്യൂസ് കണ്ടപ്പോൾ റോഷൻ്റെ ഒക്കെ മൈൻഡ് മാറി. ഓ പിന്നേന്നോ പറ നോക്കട്ടെ, ഒന്നുകൂടെ പറ. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? 999 ഇല്ല, 1 മില്യൺ അടിച്ചില്ല. 999 ഭംഗിയില്ലേ കാണാൻ? 1 മില്യൺ. നിനക്ക് എന്താ പറയുള്ളൂ? 2 വാക്ക് സെൻഡ് ചെയ്ത കൃപാലേട്ടനും ഐഡിയ ഫ്രം അനുപമ. നമ്മുടെ ഫുഡ് കഴിക്കാൻ മഹാബലിപുരത്ത് വന്നാണ് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ വൈബെല്ലാം ഒരു രക്ഷയില്ല. ഒരു അമ്പല സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്, പഴയൊരു സെറ്റപ്പിനാണ് ഇതുള്ളത്. അത്യാവശ്യം ഇത് റെസ്റ്റോറൻറ്റ് എന്നുള്ള ലുക്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു തേടി പിടിച്ച് വന്നാൽ അപ്പോഴേ ഡൗട്ട് ചെയ്തു. Also known as calamari. സീ ഫുഡിൻ്റെ റേറ്റ് അറിയാമല്ലോ, കറക്റ്റ് റേറ്റാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് കഴിച്ചത്. എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട്? വെജ് എങ്ങനെയുണ്ട്? ഓരോ പോർഷൻ കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ്. കുഴപ്പമില്ല, എന്തായാലും വലിയ മോശം എന്ന് പറയാനില്ല. മഹാബലിപുരം വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ അവസാനം മഹാബലിപുരം എത്തിയിട്ടുണ്ട്. 15 വർഷം മുന്നാണ് അവിടെ വന്നത്. പക്ഷേ ഇന്നത്തെ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ കണ്ട മഹാബലിപുരം അല്ലേ മാറ്റം. ഈ ഗേറ്റും പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. 5%. ഇവിടെ ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്നെ ടൂർ കൊണ്ടൊന്ന് പറ്റിച്ചാണോ ഡൗട്ട് ഉണ്ട്. ഇതൊന്നും കാണിച്ചു തരാം. പൈസയും വാങ്ങിച്ച് പറ്റിച്ച് ഇതൊന്നും കാണിച്ചു തരാണ്ട്. ഇതാണ് ശരിക്കും മഹാബലിപുരം. നമ്മളന്ന് പറ്റിച്ച്, നമ്മളന്ന് പൊട്ടം പറയാനുള്ള അറിയില്ലല്ലോ, പ്രായം കുറവല്ലേ. വന്ന സ്ഥലമല്ല,
കോളേജുകാർ മൊത്തം പറ്റിച്ച പോലെ തോന്നിയിരിക്കും. അന്ന് വിവരം ഇല്ലാത്ത പ്രായമാണല്ലോ. രാജാവായിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിക്കാറ്റിയത് ഇവിടെയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവിടെ ശരിക്കും ഇതെല്ലാം മുന്നേ ഒരു നോർമൽ പാറക്കൂട്ടങ്ങളായിരുന്നു. പക്ഷെ അതിനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രങ്ങളാക്കി എടുത്ത് മാറ്റിയതാണ്. പിന്നെ ഇവിടുത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മഹാബലി കുറിച്ച് ശില്പകല തുടങ്ങാനുള്ള കാരണം തന്നെ അന്ന് ഭരിച്ചിരുന്ന മഹേന്ദ്രവർമ്മ ഒന്നാമന്, പിന്നെ അദ്ദേഹത്തിന്റെ മകനായ നരസിംഹവർമ്മ ഒന്നാമനായിരുന്നു. അവരാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. പിന്നെ അത് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് കട്ട് ആർക്കിടെക്ചർ കൊണ്ടുവന്നതും അവരാണ്. മഹാബലിപുരം ശില്പകലയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ അന്നത്തെ കാലത്ത് വിദേശികൾ വ്യാപാരത്തിനായി കൂടുതലായിട്ട് വരുന്ന ഒരു തുറമുഖമായിരുന്നു ഈ മഹാബലിപുരം. ഒരുപാട് വിദേശികൾ ഇവിടെ ഇതെല്ലാം കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് എത്തിച്ചേരുന്നുണ്ട്. അതിന് പുറമെ ഒരുപാട് വർക്ക്ഷോപ്പുകളും ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് ശില്പകലയെ കുറിച്ചിട്ടുള്ളത്. പ്രാചീന കാലത്ത് ഉണ്ടായ ക്ഷേത്രമാണ് മഹാബലിപുരം അഥവാ മാമല്ലപുരം. സോ ആ ഒരു പേര് വരാൻ കാരണം തന്നെ അന്നത്തെ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മ ആളൊരു ഗുസ്തിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദരണ സൂചകമാണ് ഈ നഗരത്തിന് മാമല്ലപുരം എന്ന് പേരിട്ടിരിക്കുന്നത്. സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് മാത്രം അറിയാം. ഓക്കെ, ഇതിപ്പോ എവിടെയൊക്കെയുണ്ട് ഈ പല്ലവ സാമ്രാജ്യം? അയ്യോ, ഇപ്പൊ എവിടെ ഇല്ല, അവരൊക്കെ മരിച്ചുപോയി. ചെന്നൈ എനിക്ക് തോന്നുന്നു പല്ലവ അങ്ങനെ എന്തോ സാമ്രാജ്യം ആയിരുന്നു. അതിൽ നിന്നാണ് ചെന്നൈ എന്നുള്ള വാക്കിന് എന്തോ ഒരു അവിടെ നിന്നാണ് വന്നത്. മദ്രാസ് എന്നുള്ള മദ്രാസ് മാറി ചെന്നൈ അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടുത്തെ MTC ബസ് നേരത്തെ അറിയപ്പെട്ടിരുന്നത് പല്ലവൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നായിരുന്നു. ചെന്നൈ ഭാഗം എല്ലാം ഇങ്ങനെ പല്ലവ സാമ്രാജ്യത്തിലായിരുന്നു. അപ്പം മദ്രാസ് എന്നുള്ള പേര് ബ്രിട്ടീഷുകാരിട്ടതിന് ശേഷം പിന്നീട് ഒരു തമിഴ് പേര് എന്നുള്ള രീതിയിലാണ് ചെന്നൈ എന്നുള്ള വാക്ക് വന്നത്. ഇപ്പം എനിക്ക് മറ്റേ തിളക്കം സിനിമയിൽ ദിലീപ് പറയുന്ന പോലെ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുന്ന പോലെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടതായിട്ടൊരു ഓർമ്മ വരുന്നുണ്ട്. ഇതിലേതൊക്കെയോ ലൊക്കേഷൻ അവിടെ തന്നെയാണ്, റൈറ്റ് സൈഡ് ഉണ്ട്. ഇതാണ് മെയിൻ കൊത്തുപണികൾ ഇവിടുത്തെ. നമ്മളെക്കാളും കൂടുതൽ ഫോറിനേഴ്സിന് ഇവിടത്തെ കുറിച്ച് അറിയുന്നതുണ്ട്. ഫോറിനേഴ്സിന് ഏറ്റവും സെറ്റ് ഡീറ്റെയിൽസ് അറിയും. നമ്മൾ ചുമ്മാ വരും കാണാൻ പോകുന്നല്ലാതെ ഇതിൻ്റെ ഹിസ്റ്ററിയൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. എനിക്കിതൊക്കെ എവിടെ നിന്ന് മനസ്സിലാടാ? അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ആളോട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ എൻ്റെ ഒരു മെമ്മറീസ് പറയാണ്, ഞാൻ ആദ്യമായിട്ട് ഒരു ഫോറിനറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് എൻ്റെ ഫ്രണ്ടിനായിരുന്നു. ഒരു ചൈനക്കാരിയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്ട്രക്ചർ കണ്ടപ്പോൾ ഭയങ്കര ഓർമ്മയുണ്ട്. ഫോറിനർ ഇതുപോലെ നമ്മളിങ്ങനെ അന്ന് കുറേ ഫാൻറ്റസി ആണല്ലോ. അപ്പോൾ ഒരു ഫോറിനർ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചു, മാം ശാലേ ടേക്ക് എ ഫോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു തിരിച്ചൊരു ചോദ്യം, ഫോർ വാട്ട് പർപ്പസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ചമ്മിട്ടെന്ന് വന്നൊരു ഓർമ്മയുണ്ട്. മുറി ഇംഗ്ലീഷും വെച്ചിട്ട് പോയി ചോദിച്ചതാണ്. കംപ്ലീറ്റ്ലി എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അർജുനാസ് പെനൻസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. എപ്പിക് മഹാഭാരതത്തിലെ കിരാത അർജുന എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. പശുപത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ട്. അത് അർജുനൻ ശിവന്റെ നിന്ന് നേടിയിട്ടുള്ള ഒരു കഥ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഒരു ഫോറസ്റ്റിലെ പനോരമിക് വ്യൂ, ഒരു ജീവിതം എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇല്ല, വേണേ സന്തോഷമാകാം. അതുപോലെ ലോർഡ് വിഷ്ണുവിന്റെ ഒരു ചെറിയൊരു അമ്പലം കൂടെ അതിനകത്തുണ്ട്. പാനൽ അത്ര പോരെ, അത്രക്കേ ഉള്ളൂ. കേരള വയ്യ ആകെ ചുമ്മാ സീറ്റ് എടുക്കണം. അക്ഷയ്, கேரளா பேசுவேன். முதல் தடவை பார்க்குறது நீங்களே சொல்லுங்க. கணபதி வந்திருக்கா? கணபதினால எந்த கஷ்டம் இல்லை உனக்கு. ஓகே, பிரச்சனை எல்லாம் உனக்கு எதுவும் வராது. ஓகே, வாழ்க்கையில பொறுமை தேவை, அவசர புத்தி அதிகம் இருக்கு. எல்லாத்துக்கும் புத்திமதி சொல்லுவேன், உன் புத்தியை ஓட்ட விட்டுருவேன். அவசர புத்திக்காரன் வாழ்க்கையில இல்லாத வேணும். ஆயுஸ்லாம் நல்லா இருக்கு. ஆயுஸ் வந்து 95. பிரச்சனைலாம் எதுவும் இல்லை. வாழ்க்கையில ஃப்ரெண்ட்ஸ் கொண்டு உதவி சப்போர்ட் உனக்கு அதிகம் இருக்கு.
சொந்தக்காரன் அதிகம் நம்ப மாட்டேன், ஃப்ரெண்ட்ஸ் அதிகம் நம்புவேன். ஆபத்தெல்லாம் இல்லை. மேரேஜ் வந்து ஒன்றும் இஷ்டத்துக்கு நடக்கும். லவ் மேரேஜ் பண்ணுவேன், காதலிச்சு தான் கல்யாணம் பண்ணுவேன். 27ல் லவ் மேரேஜ், ஆல்ரெடி மேரிட், 3 குழந்தைக்கு அதிசயம், 3 குழந்தைக்கு அதிசயம். இப்போ மனசுல ஒரு காரியம் என்ன நடக்குமா நடக்காதுன்னு நினைக்கலாம், கண்டிப்பா நடக்கவும் முடியும். இந்த மாசம் முடியட்டும், பங்குனி பிறந்தா நல்ல டைம் வருது, பிரச்சனைலாம் எதுவும் கிடையாது, டைம்லாம் சூப்பரா இருக்கு, கஷ்டம்லாம் எதுவும் கிடையாது. அவசர புத்தி அதிகம் கூடாது, நிதானம் வேணும், அவசரப்படாது, நல்லது நடக்கும். கணவதி வந்து கவலைப்படாது, பொறுமையா போனா அருமையா சாதிக்கலாம். பொறுமையா போனோம், பிசினஸ் நல்லா இருக்கும், சமயம் நல்லா இருக்கு, எந்த குழப்பம் இல்லை, பேடிக்க வேண்டாம், நிதானம் வேணும், அவசர புத்தி ஆகாது, கொஞ்சம் பொறுமையா போ, நல்லா இருக்கும். அப்படியா? ஆமா. இப்போ மனசுல எதிர்பார்த்த காரியம் கண்டிப்பா ஜெயமாகும். ஓகே, கஷ்டம் இல்லை, கஷ்டம்லாம் முடிஞ்சதா? கஷ்டம்லாம் முடிஞ்சது. எந்த மேரேஜ் எப்போ ஆகும் சொல்றீங்க? 27 வயசு என்ன உங்களுக்கு? 30 ஆச்சு, ஆவல. தம்பி வயசு 30 வயசு மாதிரி தெரியலையே. அது தெரியாது. 27 முடிஞ்சிருக்கணுமே கல்யாணம், 27 மேரேஜ் ஆயிருக்கும். இனி கிடைக்காதா? கிடைக்காதா? இல்ல, ஜாதகத்துக்கு 27 முடிஞ்சிருக்கணும், 27 முடிஞ்சு ஜாதகத்தை முடிஞ்சிருக்கணும். அதனால குழப்பம் இல்லை, டைம் நல்லா இருக்கு, டைம் இருக்கு, அவசரப்படாது, பொறுமையா இருந்தா. ஓகே, எல்லாமே பொறுமையா நடக்கும். பொறுமையா நடந்தா அவசரப்பட வேண்டாம். அவங்க ഓക്കെ, താങ്ക് യു അണ്ണാ. എല്ലാം ഓക്കെ. 27 കല്യാണം കഴിഞ്ഞ് മാത്രം നടക്കി വിശ്വാസമില്ല. 30 പെഡില്ലടാ, പെഡ്. ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞ് 27 നടക്കുന്നു. ഞാൻ എവിടെ 3 കുഴന്തേ ഇവിടെ ഒന്നിനെ വെക്കില്ല, 3 കുഴந்தை. ഇപ്പൊ ഞാനറിയാതെ വല്ല കുഴന്തയും പറഞ്ഞോ? 3 കുഴന്ത ഉണ്ട് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞാ 95 പറഞ്ഞാ? 95 പറഞ്ഞാ? ഞാൻ കേട്ടില്ലല്ലോ. അതാ മറ്റേ പാറ ദൈവമേ, എല്ലാം അങ്ങോട്ട് ഒന്ന് വീണൊക്കെ ചതഞ്ഞ് ചമ്മന്തി. നീ പാറ സുഖം, അതിന്റെ താഴെ ഇരിക്കുന്ന ആൾക്കാരുടെ മുകളിൽ വീണല്ലോ, ഒക്കെ ചതഞ്ഞ് ചമ്മന്തിയാവും. നല്ല രസമായിരിക്കില്ല ഇങ്ങനെ ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾക്കും, അങ്ങനെ സൗണ്ട് ഉണ്ടോ? അങ്ങനെ ചതിക്കണ വേണ്ട, ഞാൻ നെഗറ്റീവോ. ഇതിന്റെ ഇടയിൽ കൂടെ ഓണത്തിനിടയ്ക്ക് പുട്ടി വെച്ചോടം പോലെ 2 കുട്ടികൾ ഡാൻസ് കളിക്കും. അതങ്ങനെയാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും കപ്പിൾസ് എപ്പോഴും ലാസ്റ്റ് വരും. ഇത് കൃഷ്ണാസ് ബട്ടർ ബൗൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരു ഒറ്റ പാറ, ഒറ്റ മോണോലിത്തിക് റോക്ക് ഒരു പാറയുടെ മേലെ കറക്റ്റായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് താഴെ. ഈ പാറയുടെ മേലെ ഈ ബൗൾ വീഴാത്ത രീതിയിൽ കുറേ വർഷങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് 6 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്, 250 ടൺ ഭാരമുണ്ട്. എന്തുകൊണ്ടാ വീഴാത്ത? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റായി നിൽക്കുന്നു. ആരും തള്ളിയിട്ടാലും അത് വീഴില്ല. ഇത് അതാണ് 250 ടൺ ഭാരമുള്ളത്. അത്രയും ഫോഴ്സ് വന്നാൽ മാത്രമേ ഇത് പർപ്പസ്ഫുള്ളി വെച്ചതായിരിക്കില്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ, പ്രാചീന കാലത്ത് യുദ്ധം വരുമ്പോ എതിർ ടീമിനെ അടിച്ചിടാനാണ്. അല്ലല്ല, ഇത് ക്യൂ ആയിട്ട് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നാണ് പേരെങ്കിലും കൃഷ്ണയായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് നിഗമനം. പിന്നെ 21ാമത്തെ സെഞ്ചുറിയിൽ ഇത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് മാറ്റിയില്ല. ഇപ്പൊ ആൾക്കാർക്ക് ഒരു സെൽഫി പോയിന്റ് ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഞാനിതിപ്പോൾ തള്ളിയിടാൻ നോക്കിയല്ലേ, ഞാൻ വലിയൊരു കൊലക്കേസിലെ പ്രതിയും. കാരണം എൻ്റെ താഴെ 100 കണക്കിന് ആൾക്കാരുണ്ട്. അത് ഞാൻ ശ്രമിച്ചു നോക്കാം, എങ്ങാനും വീണല്ലോ. നല്ല ഫ്ലേവർ എന്നാക്കാം ഇതില്ലേ? എവിടെക്കാ? 30 MRP ആണോ? പരിപാടി ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ല, കുടിച്ചോക്കാം. ഒരുപാട് ഗോൾഡ് സോഡ ഇട്ടിരിക്കുന്നു, എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനിയും പോട്ടെ, ഇപ്പാലും എന്നെ കൊണ്ട് പറ്റും. അടാ മോനെ, ഇപ്പാലടാ, ആ കഷ്ടപ്പാടിൻ്റെ അവസാനം വെള്ളം കുടിക്കും. சும்மா நாங்க வந்து vlog-க்காக ஷூட் பண்றதுக்காக எல்லாமே ஃபேக் தான், தெரியலையா? കാര്യമായിട്ട് ചോദിക്കുന്നു. കോറൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. കോറൽ എന്താ പറയുക, സാർ കോറൽസ് കഷ്ടപ്പെട്ട് ഇതിനെ സ്വീകരിച്ചു. മാസ് ഒതന്റിക് ബൺ ബട്ടർ ജാമൻ ബൺ മസ്ക. ഇത് ബോധം നിനക്ക്, ഇത് ബോധമേ പക്ഷേ ഇതില്ല, പറ്റില്ല. വളരെ പക്ഷേ മാറിക്കോ.